ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ ജന്മനിർവഹിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ചന്ദ്രമതിക്ക് വൈകിയ ചന്ദ്രമതിയോടെ രാത്രി നാഴി തലക്കിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് വൈദ്യർ വന്നിട്ട്. അങ്ങനെ വൈദ്യർ പോയി. അങ്ങനെ എന്താ പറയുക, സച്ചി രേവതി കൊണ്ട് അടുക്കളയിൽ പണിയുന്ന സമയത്ത് സച്ചി പറയാണ്, എന്നാലും രേവതി നീ കാരണമല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചിട്ട് ഞാനോ, നീ ഡാൻസ് കളിച്ചിട്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ വന്നത്, നീ നന്നായി കളിക്കണമെന്ന് അമ്മയെക്കാട്ടിലും കൂടുതൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ കുശുമ്പായി, അപ്പം അമ്മ നന്നായി കളിക്കാൻ തുടങ്ങി, അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് പറയണം സച്ചി. നിങ്ങൾ അമ്മയുടെ ആളാണല്ലേ, നിങ്ങൾ അമ്മയുടെ ഭാഗത്ത് നിന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താതെ പൊക്കോ, എന്നോട് മിണ്ടണ്ട, എനിക്ക് ആരുമില്ല, നിങ്ങൾ അമ്മയുടെ ആൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി തല്ലുകൂടാൻ നിൽക്കണം സച്ചിയോട്. വലിയ പണി, ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയല്ലേ, നീ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു, അതല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതിനെ സന്തോഷിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് രവീന്ദ്രൻ അങ്ങനെ ഇരുന്നിട്ട് പറയും, രേവതി ഒരു കാര്യം ചെയ്യണം, മോളിന്ന് അമ്മയുടെ കൂടെ കിടക്കണം, അമ്മയ്ക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മോള് വേണം, ഞാനാണെങ്കിൽ ഞാനാ കൂടെ ഇരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം കിടന്നുറങ്ങും, എനിക്ക് അവൾ വിളിക്കേണ്ടതൊന്നും അറിയാൻ പറ്റില്ല, അപ്പോൾ മോളാണെങ്കിൽ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളൂല്ലോ, മോള് കിടക്കാനായിട്ട് അമ്മയുടെ കൂടെ എന്ന് പറയാം. അപ്പോൾ രേവതി പറയും, ശരി അച്ഛാ, ഞാൻ കിടന്നോളാം എന്ന് പറയും. അങ്ങനെ ശ്രുതി കൂടി കിടക്കാൻ പോകുന്ന സമയത്ത് ശ്രുതി പറയും, എന്നാലും ശ്രുതി നീ ചെയ്തത് ഭയങ്കര മോശമായി, ഇപ്പോൾ പാവ വെറുതെ ഇരിക്കണം, എൻ്റെ അമ്മയുടെ കഴുത്ത് ഇപ്പോൾ കണ്ടില്ലേ, നീ ഒറ്റ അതിനൊക്കെ കാരണം, നീ എന്തിനാ വെറുതെ അമ്മേനെ മൂപ്പിച്ചിട്ട് ഡാൻസ് സ്കൂൾ തുടങ്ങാൻ ലക്ഷങ്ങൾ സമ്പാദിക്കാനൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനാ അമ്മേനെ വെറുതെ മൂപ്പിച്ചത്, പാവം എൻ്റെ അമ്മ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നിനക്ക് പറയില്ല, നീ ഒറ്റ ഇതിനൊക്കെ കാരണമായിട്ട് ശ്രുതിനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി എന്താണെന്നിട്ടായി പറയണം, ഞാനല്ല അതിന് കാരണം, രേവതി സച്ചി എന്നല്ല, നീയല്ലേ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അമ്മേനെ പിരികേറ്റി വിട്ടത്. അപ്പോൾ ശ്രുതി പറയും, ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഡാൻസ് സ്കൂൾ തുടങ്ങാമെന്ന് ഞാൻ പിരികേറ്റിയില്ലെങ്കിൽ എൻ്റെ കടയിലോ ശ്രുതിയുടെ ഷോറൂമിലോ വന്നിട്ട് അമ്മ ഇരിക്കുമായിരുന്നു എന്ന് പറയും. അതെന്തിനാണ് നമ്മുടെ കടയിൽ വന്നിരിക്കണം, വീട്ടിലത്തെ പണികളൊന്നും ചെയ്യാതെ പണികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മയ്ക്ക് ബാമേൻ്റി പറഞ്ഞു കൊടുത്ത വിദ്യയാണ് നമ്മുടെ രണ്ടാളുടെ ആരുടെയെങ്കിലും കടയിൽ വന്ന് ക്യാഷ്യറായിട്ട് ഇരിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്തൊക്കെയായാലും നീ ചെയ്ത തൊട്ട് ശരിയല്ല, ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല ശ്രുതി, സോറി എന്ന് പറയാണ് ശ്രുതി. എന്നിട്ട് കിടക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, കണ്ടില്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നറിയാത്ത പോലെ കിടന്നുറങ്ങണം, കണ്ടില്ലേ ഒന്നറിയാത്ത പോലെ കിടക്കണില്ല, ഇവിടെ ഒറ്റ ഇതിനൊക്കെ കാരണം എന്നങ്ങനെ ശ്രുതി മനസ്സിൽ പറയണം, പാവം എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് കഴിഞ്ഞ് ചന്ദ്രമതിയുടെ അടുത്തേക്ക് രേവതി ചെല്ലണം. ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്രമതിനെ തറയിൽ പാവിരിച്ചിട്ട്, അപ്പോൾ ചന്ദ്രമതിനെ കിടത്തണ ഭാഗം കാണാൻ നമ്മുടെ വർഷ വന്നിട്ടുണ്ട്. വർഷ പറയും, ആൻറ്റി എങ്ങനെ കിടക്കണം, ആൻറ്റി ഒരു സാധനത്തിലല്ലേ കിടക്കേണ്ടത്, അതിൻ്റെ മുകളിലാണ് കിടക്കുക ചോദിക്കുമ്പോൾ സച്ചി പറയും, അല്ല അതിൻ്റെ മുകളിലല്ല, അത് നെഞ്ചത്ത് കൊടുന്ന് വെക്കുക ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കളിയാക്കുമ്പോൾ രേവതി പറയും, അല്ല അത് കഴുത്തിൻ്റെ അവിടെ വെക്കുക വർഷയെന്ന് പറയും. എനിക്കതൊന്ന് കാണണം, നീ ഇപ്പോൾ ഇതിലിപ്പോൾ കാണാനൊന്നുമില്ല വർഷ, നീ പോയി കിടന്നാൽ പറയും ചന്ദ്രമതി. ഇല്ല ആൻറ്റി, അത് കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും രേവതി നാഴിയും കൊണ്ട് വരും. എന്നിട്ട് ചന്ദ്രമതിനെ കിടത്തുമ്പോൾ മെല്ലെ കിടക്കട്ടെ മെല്ലെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുട്ബോൾ കളിക്ക് വിളിച്ച് പറയുന്ന പോലത്തെ അനൗൺസ്മെൻറ്റ് പറയുന്ന പോലെയാണ് വർഷ അനൗൺസ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ചന്ദ്രമതി മെല്ലെ കിടക്കട്ടെ ഓക്കെ റൈറ്റ് എന്നൊക്കെ പറയണം വർഷ. അപ്പോൾ ചന്ദ്രമതി മനസ്സിൽ വായിക്കണം, വാശുകാരൻ്റെ മോളെ ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ചവിട്ടി കൂട്ടിയേനെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞു, ഇനി പോയിക്കൂടെ വർഷയെ ചോദിക്കുമ്പോൾ ശരി ആൻറ്റി, ഓക്കെ ഗുഡ് നൈറ്റ്, ഞാൻ പോകാമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ കിടക്കണം, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കണം, നീ ഒന്നും ഇവിടെ കിടക്കണ്ട, നീ എവിടെ വെച്ച് പോയി കിടന്നാന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കൂടെ കിടക്കണം, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ചന്ദ്രമതി പറയും, അതൊന്നും വേണ്ട, അദ്ദേഹം അതൊക്കെ പറയും, അച്ഛൻ അതൊക്കെ പറയും, നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നീ എവിടെ വെച്ച് പോയി കിടന്നോ, നീ എൻ്റെ അടുത്ത് കിടക്കൊന്നും വേണ്ട, എൻ്റെ അടുത്ത് ശ്രുതി കിടന്നാൽ മതി പറഞ്ഞിട്ട് മോളെ ശ്രുതി ഇങ്ങ് വാ മോളെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ശ്രുതിയും താഴത്ത് ഹോളിലാണല്ലോ കിടക്കണം. അപ്പോൾ ശ്രുതി എന്താ ആൻറ്റി ചോദിക്കും, അപ്പോൾ ശ്രുതിയും കൂടെ വരും, എന്താ ആൻറ്റി ചോദിക്കും, പറയും മോളെ നീ ഇന്ന് ആൻറ്റിയുടെ കൂടെ കിടക്കണം, ആൻറ്റിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പിടിക്കാനും സഹായിക്കാനൊക്കെ നീ വേണം, ഒന്ന് എൻ്റെ കൂടെ കിടക്കണം എന്ന് പറയാണ്. അതിനെന്താ ആൻറ്റി ഞാൻ കിടക്കാമല്ലോ പറയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, അതിനല്ലേ രേവതി ഉള്ളത് അമ്മ, രേവതി നോക്കില്ലേ അമ്മേനെ ചോദിക്കുമ്പോൾ അവളൊന്നും എന്നെ നോക്കില്ല, എന്നെ നോക്കണം എന്നുണ്ടെങ്കിൽ ശ്രുതി വേണമെന്ന് പറയണ ചന്ദ്രമതി. അയ്യോ അതൊന്നും വേണ്ട അമ്മേ, അതൊന്നും വേണ്ട അമ്മേ, അതൊക്കെ രേവതി നോക്കിക്കോളും പറയണ ശ്രുതി. അപ്പോൾ ചന്ദ്രമതി പറയണം, വേണ്ട എന്നെ നോക്കാൻ ശ്രുതി മതി, രേവതി നോക്കണ്ടെന്ന് പറയും. ശരി ആൻറ്റി, ഞാൻ ആൻറ്റിയുടെ അടുത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല അമ്മേ, ശ്രുതി ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയും,
അപ്പോൾ ശ്രുതി പറയും ശ്രുതി ഇല്ലാതെ പറ്റില്ല പറയുമ്പോൾ ചന്ദ്രമതി പറയും പണ്ട് കല്യാണം കഴിയാതിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കച്ചിരില്ല നീ ഇപ്പോൾ പറഞ്ഞു വിടണവനാ അപ്പോൾ അവന് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശ്രുതി നീ ഇന്ന് പോയി കിടക്കട താഴത്തെന്ന് പറയുമ്പോൾ അങ്ങനെ ശ്രുതി പോവാണ്. ശ്രുതിയോട് ശരി ശ്രുതി ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ശ്രുതി കിടക്കണം. അപ്പോൾ രേവതി തലക്കിൽ കിടക്കണം. രേവതി പറയും അമ്മ ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ശ്രുതി ഞാൻ വിളിച്ച് എഴുന്നേക്കണേ മോളെ പറയുമ്പോൾ ശ്രുതി പറയും അതൊക്കെ ആൻറ്റി ധൈര്യമായിട്ട് എന്നാൽ ഞാൻ ഉറങ്ങണമെന്നല്ല ഞാൻ ആൻറ്റീനെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നോളാം ആൻറ്റി എന്താവശ്യമില്ല എന്നെ വിളിച്ചോണ്ട് ശ്രുതി കട്ടിലുമ്മ കയറി കിടക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി റൂമിൽ കിടക്കണം. ഇനിയിപ്പോൾ രാത്രി ചന്ദമതിക്ക് എന്തെങ്കിലും ആവശ്യമായി ശ്രുതി എഴുന്നേക്കില്ല ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്